പ്രിയ പ്രേക്ഷകരെ, നമ്മൾ ആദ്യം പോകുന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. തൃശൂരിലെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് പ്രസവിച്ച യുവതിയും കുഞ്ഞും മരിച്ചു. എടമുട്ടം സ്വദേശിനി ജ്യോതിയും കുഞ്ഞുമാണ് മരിച്ചത്. സുഹൃത്തായ ഓട്ടോ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഷബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷബാസ, ആരുടെയും സഹായമില്ലാതെയായിരുന്നോ പ്രസവം? എപ്പോഴാണ് ഈ വിവരം പുറത്തറിഞ്ഞത്? മധു, എനിക്ക് പിന്നിൽ കാണുന്ന തൃശൂർ നഗരത്തിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിന് എത്രയെത്ര സംഭവങ്ങളാണോ നമ്മളെ നാട്ടിൽ നടക്കുന്നത്. ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിൽ കൂടിയും അതുപോലെ തന്നെ എത്രയെത്ര കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ടും ഇവറ്റകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് പ്രസവിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാൻ ആണോ എന്നും അറിയില്ല. ഏതായാലും അമ്മയും കുഞ്ഞും തന്നെയാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഓട്ടോ ഡ്രൈവർ, അയാൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അയാളെ പരിചയക്കാരനാണെന്ന് പറയുന്നു. ഹോട്ടലുകാർക്കൊക്കെ അയാൾ പരിചയമുണ്ടെന്ന് പറയുന്നു. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മാത്രം അറിയില്ല. നിയമപ്രകാരമുള്ള ഒരു ഗർഭിണി ആയിരിക്കൂല ചിലപ്പോഴേ. അതായത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊരു വൃത്തികെട്ട ഒരു സംവിധാനം ഉണ്ടല്ലോ. അതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് അവിടെ ഇപ്പോൾ തൂഫാനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നേരെ തന്നെ തൃശ്ശൂരിലേക്ക് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല. അതായത് ഈ എന്താ പറയണ്ടേ, ലിവിങ് ടുഗദറാ ഇങ്ങനെയുള്ള കുറേ എണ്ണം. കാരണം ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ കഥ. പിന്നെയാണെന്ന് പറഞ്ഞാൽ പ്രസവിക്കലും പിന്നെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ജീവിച്ചൂടെ? എന്തിനാ ഇങ്ങനെയുള്ള ഏടാകൂടത്തിൽ പോയിട്ട് ചാടുന്നത്? എത്രയെത്ര ദുരന്തങ്ങളാണ് ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ കൂടെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിലൂടെ കൂടെയും ഇന്നെല്ലാവരുടെ കയ്യിലെന്ന് പറഞ്ഞാൽ തോണ്ടുന്ന മൊബൈലുണ്ടല്ലോ. ആ തോണ്ടുന്ന മൊബൈൽ ഒരു 10 പ്രാവശ്യം തോണ്ടിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും പല തരത്തിലുള്ള ദുരന്ത വാർത്തകളല്ലേ കേൾക്കുന്നത്. എത്രയെത്ര ദുരന്ത വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാം? ഭഗവാനെ ഇന്നൊന്നും ഉണ്ടാകല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേ നമ്മൾ കേൾക്കുന്നത് എന്താ? ഇതുപോലെയുള്ള ദുരന്ത വാർത്തകൾ. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ചായ കുടിക്കുന്നത് പോലെയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ നോക്കിക്കഴിഞ്ഞാലും അവിഹിതവും പ്രസവവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ, പിന്നെ അതുപോലെ തന്നെ കാമുകി കാമുകനെ. 2 ദിവസം മുമ്പ് കണ്ടില്ലേ? അതായത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച പെണ്ണാണ്, അവളെ പുറകെ തന്നെ ഒരുത്തേനാടുന്നത്. അവന് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ തന്തിയും പിന്നെ കൂട്ടുകാരനും കൂടിയിട്ട് എന്തോ ചെയ്തു. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട് നശിക്കാൻ വേണ്ടി പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു അരാജകത്വമാണ്. അതായത് പിന്നെ ഈ എന്താ പറയേണ്ടത്, ഈ കാമഭ്രാന്ത് മൂത്തിട്ട് കുറേ എണ്ണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ തുള്ളുന്ന്, കുറേ എണ്ണം സോഷ്യൽ മീഡിയയിലൂടെ അപരാധിക്കുന്നുണ്ട്. അപരാധിച്ചുകൾ നല്ല രീതിയിൽ അപരാധിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇല വന്ന് മുള്ളിൽ വന്ന് വീണാലും മുള്ള ഇലയിൽ വന്ന് വീണാലും ഇപ്പോഴും കേടായിരിക്കാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ ഓട്ടോക്കാരനാണ് ഇതിൻ്റെ കാരണക്കാരനെങ്കിൽ ഓൻ നൈസായിട്ട് മുങ്ങി. ഓന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓനിനിപ്പം കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കും. അത് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഓൻ നൈസായിട്ട് പുറത്തിറങ്ങും. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴേന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും വിവരം വരും. അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെ ആയുഷ്കാലം മുഴുവൻ ഓൻ്റെ ജീവിതം അങ്ങനെ പോയി ഇങ്ങനെയൊന്നും അല്ല. ഓനിനി അടുത്ത ഏരിയയിൽ നിന്ന് എപ്പി നടക്കൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ബോധമുള്ള സ്ത്രീകളോടാണ്. അതായത് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. എന്ത് സുഖമാണ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നത്? നിങ്ങൾക്കിനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞൊരു 10 രൂപ മുടക്ക്. അല്ലാതെ എന്ന് പറഞ്ഞ് ഇമാതിരി തോന്നിവാസവും ചെയ്ത് പിന്നീട് റൂമും എടുത്ത് ആൾക്കാർ അറിയാതിരിക്കാനാണെങ്കിൽ ഇപ്പൊ ലോകം തെച്ചു അറിഞ്ഞില്ലേ. ഇനിയിപ്പോൾ നാളെ കേൾക്കാറുണ്ട് ഇനി ഓൾക്ക് വേറെ ഭർത്താവുണ്ടോയെന്ന് അറിയില്ല, അല്ലെങ്കിൽ വേറെ മക്കളുണ്ടോയെന്ന് അറിയില്ല. ഇനി അവരെല്ലാവരെയും കൂടി കണ്ണുപൊട്ടിച്ചിട്ടാണോ ഇങ്ങോട്ട് പിന്നെ എന്താ പറയണ്ടത് വെട്ടിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത്, അതും അറിയില്ല. പലതരത്തിലുണ്ടാകും. ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഇനിയിപ്പോൾ പ്രവാസിയായിരിക്കും, ഇവനുമായിട്ട് എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും സവാരി ഉണ്ടാകും. അങ്ങനെയൊക്കെ ആണല്ലോ. ഇവിടെ ചോദിക്കാനും പറയാനും ആർക്കും ധൈര്യമില്ലല്ലോ. ഒരു കാര്യം ആർക്കും ചോദിച്ചുകൂടാ. സ്വന്തം ബന്ധുക്കൾക്ക് വരെ ചോദിച്ചുകൂടാ, എൻ്റെ മോളെ നീ ഏടിയാ പോയിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു കഥ. ഓൻ സദാചാരവാദിയായി, സദാചാര ഗുണ്ടയായി, സദാചാര ഉണ്ടയായി. എന്നിട്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോഴേ? അതായത് നമ്മളെ നാട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ട് എന്തൊക്കെയാ സംഭവിക്കുന്നത്? 10ാം ക്ലാസ്സും മറ്റേ 11ാം ക്ലാസ്സും പഠിക്കുന്ന അവന്മാർ പോയിട്ട് ടെൻറ്റും അടിച്ച് ചോദിക്കാനും പറയാനും പാടില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കയ്യടാ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളാണ് ഏറ്റവും വലിയ ശാപങ്ങൾ എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ പൊന്നുമക്കളെ, ഞാൻ എത്ര വീഡിയോയിൽ പറയുന്നതാണ്, സുഹൃത്തുക്കൾ എന്ന് പറയുന്നൊന്നില്ല. അതായത് യുവമാരൊക്കെ കാമഭ്രാന്തന്മാരാണ്.
അതിനെന്ന് പറഞ്ഞാൽ പ്രായവും പ്രശ്നമല്ല, വേറെ ഒന്നും പ്രശ്നമല്ല. ഇവർക്കൊക്കെ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മാത്രമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ആത്മാർത്ഥ സൗഹൃദമോ അല്ലെങ്കിൽ വേറെയൊന്നോ ഭർത്താവിനോട് പോലും പറയാത്ത കാര്യങ്ങൾ ബഡ്ഡിയോട് പറയുന്ന ആൾക്കാരുണ്ട്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. എല്ലാവർക്കും ബഡ്ഡിൻ്റെ വരും, ബഡ്ഡി. ഭർത്താവിനോടൊന്നും പറയില്ല, ബാക്കി എല്ലാ കാര്യവും പറയും ഇവരോട് സൊള്ളാനും ഇവരോട് കാര്യം പറയാനൊക്കെ ഒരു സുഖമാണ്. കാരണം എന്താ അറിയുക, ആ മനുഷ്യനടുത്ത് ഭർത്താവ് എന്ന് പറയുന്ന ഒരു കിഴങ്ങനുണ്ട്. രാവിലെ എണീച്ച് ജോലിക്ക് പോകും, വൈകുന്നേരം കുറേ തിന്നാനും കൊണ്ടുവന്നിട്ട് അയാൾ അടക്കിടന്ന് ഉറങ്ങും, ക്ഷീണം എന്ന് പറഞ്ഞിട്ട്. ഇതാണ് സംഭവം. ആ ക്ഷീണിച്ചുറങ്ങുന്ന മനുഷ്യന് ഒരു മനുഷ്യന്മാർക്കും വേണ്ട. അയാൾ കൊണ്ടുവന്ന അച്ചപ്പവും മുറുക്കും ഇങ്ങനെ തിന്നുകൊണ്ട് കാമുകനോട് സല്ലപിക്കുന്ന കുറേ ടീമുകളുണ്ട്. ഇതൊന്നും അല്ല, ഒരുപാട് ടീമുകളുണ്ട്. ഇവർക്കൊക്കെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാമുകനെയാണ്, കാമുകൻ്റെ സ്നേഹം, കാമുകൻ്റെ ആ ഒരു പരിഗണന, കാമുകൻ എല്ലാ കാര്യങ്ങളും ചോദിക്കും. അല്ലാതെ ഈയുള്ള ഭർത്താവിനെ പോലെയല്ല. ഇവൻ എപ്പം നോക്കിയാലും പണിയാണ് ഈ ഭർത്താവിന്. എപ്പം നോക്കിയാലും അവന് പണി പണി പണി, ലോണടക്കൽ പണി. എന്തിനാ ഇവനൊക്കെ ജീവിക്കുന്നത്? ഇതാണ് ചില സ്ത്രീകളുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അയാൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ മുഴുവൻ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ചില ടീമുകൾ എന്ന് പറഞ്ഞാൽ കാമുകന്മാരായിട്ടും അതുപോലെ തന്നെ മറ്റു പലരുമായിട്ടും പല വീടുകളിലും ആൾക്കാർ മിണ്ടുന്നില്ല. അതായത് എന്തുകൊണ്ടാണെന്നറിയാം, പല വീടുകളിലും നടക്കുന്നത് വളരെ വൃത്തികെട്ട സംഭവമാണ്. പിന്നെ മക്കളെ ആലോചിച്ചിട്ട് എങ്ങനെയെങ്കിലും അങ്ങ് പോട്ടെ, കുറച്ച് കാലവും കൂടി അങ്ങ് പോട്ടെ. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മക്കളൊക്കെ വലിയതായിട്ടുണ്ടാകും, മക്കളൊക്കെ 10ാം ക്ലാസ്സിലും അതുപോലെ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സിലായിട്ടുണ്ടാകും. എന്നേരമായിരിക്കും ഈ സ്ത്രീയുടെ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നത്. എന്നാലും ചില ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. എന്തിനാ അറിയാം, വേണ്ട നാട്ടുകാർ അറിഞ്ഞ നാണക്കേടല്ലേ. ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്തെ ആ തള്ള ഉണ്ട് എന്നങ്ങും ഉണ്ടാകല്ലോ, അത് ഉണ്ടാകട്ടെ. കുറച്ച് വയസ്സ് കഴിഞ്ഞാൽ ഈ തമ്മളപ്പെല്ലാം നിൽക്കുമല്ലോ, അന്നേരെങ്കിലും ഇവിടെ ഉണ്ടാവുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരുപാട് ഭർത്താക്കന്മാർ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഈ വീഡിയോ കാണുന്നവർ തന്നെ കമൻറ്റ് ചെയ്യും. അതായത് ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും, പല തരത്തിലും ഉണ്ടാകും. അത് ഭാര്യ ഭർത്താവിൻ്റെ അടുക്കേണ്ടാവും, ഭർത്താവ് ഭാര്യേൻ്റെ അടുക്കേണ്ടാവും. ചില ഭർത്താക്കന്മാരും അങ്ങനെയാണ്, ഉണ്ണാക്കന്മാരായ ചില ഭർത്താക്കന്മാരുണ്ട്. അതായത് ഭാര്യേനെയും മക്കളെയും എല്ലാവരെയും മറന്നിട്ട് ഇതുപോലെയുള്ള പരിപാടിക്ക് പോകുന്ന കുറേ ഉണ്ണാക്കന്മാരുണ്ട്. അപ്പം അവറ്റകൾക്കുള്ളൊരു ഇത് തന്നെയാണ് ഇത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കുടുംബജീവിതം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ ചില ഊളകളുടെ കാര്യം കണ്ടിട്ട്, അതായത് ഇതാണ് ജീവിതം എന്ന് മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ അറിയുക, ഇവർ പറയുന്ന തന്നെ ജീവിതം, വേറൊരു ജീവിതം ഇനി അങ്ങോട്ടില്ല. ഈ ഊളകളുടെ വാക്കും കേട്ടിട്ട് പിന്നീട് അങ്ങോട്ട് നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ തുള്ളിക്കൊണ്ടിരിക്കലല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ പൊന്നും മക്കളെ, ഈറ്റിങ്ങൾ പറയുന്നൊന്നും കേട്ടിട്ട് നിങ്ങൾ ജീവിക്കരുത്. അതായത് നിങ്ങളുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞ പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവിഹിതം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദർ, പാർട്ട്ണർ, പിന്നെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാണ്ട് ഒരുമിച്ച് താമസിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതായത് ഫ്രണ്ട്ഷിപ്പ്, ഇങ്ങനെയൊക്കെയാണ്. ഇതിനൊക്കെ കുറേ ചുക്കാൻ പിടിച്ച് കൊടുക്കാൻ കുറേ എണ്ണം ഉണ്ട്. അവറ്റകളുടെ വീട്ടിലൊന്നും ആരും ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, 60, 80 വയസ്സായി, അതുകൊണ്ട് ഇനിയൊന്നും നോക്കാനില്ല, എനിക്ക് അടക്കട്ട നാട്ടുകാരെ മക്കളല്ലേ, അവരങ്ങ് ചീത്തയാകട്ടെ എന്നുള്ള ലൈന് പിടിക്കുന്ന കുറേ ടീമുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊന്നും അല്ല ജീവിതം. ഇപ്പോഴും കണ്ടില്ലേ, തൃശ്ശൂർ കണ്ടില്ലേ, ആ ജീവൻ പോയില്ലേ. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ആരോട് പറയാനാ, ആര് കേൾക്കാനാണ്. ഒന്ന് ഹൈപ്പ് ചെയ്ത് കളാട്ടാ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കളാ. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇതൊന്നും അല്ല, കുറേ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി നിങ്ങളെ ജീവൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഉപകാരം എന്നേ ഞാൻ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം.